എല്ലാ കൊല്ലവും നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കാറുണ്ട്. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബഡ്ജറ്റ് എന്ന് പറയാറുണ്ട്. നമ്മൾ എത്ര പേര് ഈ ബഡ്ജറ്റ് ശ്രദ്ധിക്കാറുണ്ട്? അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം മുഴുവൻ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് എത്ര പേര് ഈ ബഡ്ജറ്റ് അനലൈസ് ചെയ്യാറുണ്ട്? എന്തൊക്കെയാണ് ഈ ബഡ്ജറ്റിൽ നടക്കുന്നത് എന്ന് നോക്കാറുണ്ട്? ശരിക്കും മനസ്സിലാകാറുണ്ടോ എങ്ങനെ ഈ ബഡ്ജറ്റ് നോക്കട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിൽ പറയുന്നത്, എന്തൊക്കെയാണ് ഈ ബഡ്ജറ്റിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകാറുണ്ടോ? അങ്ങനെ കൺഫ്യൂഷനുള്ള ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എങ്ങനെ ഒരു ബഡ്ജറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്നുള്ളത്. ഇതിൽ ബഡ്ജറ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ. ബഡ്ജറ്റിൽ ഇന്ന ബേസ് വെച്ചിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഒരു ബഡ്ജറ്റ് വരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എൻജിഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു ബഡ്ജറ്റ് എന്ന് മനസ്സിലാക്കാം. ഒന്നുമില്ല, ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ഓരോ ഫൈനാൻഷ്യൽ ഇയറും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ വേണ്ടിയ പണം എത്രയാണോ അത് മനസ്സിലാക്കുക. അതിന് പ്രോപ്പറായിട്ട് ബഡ്ജറ്റ് ചെയ്യുക. ഓരോ സെഗ്മെൻറ്റ്സും സെക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എത്രത്തോളം പണം ആവശ്യമുണ്ട്, എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാ വർഷവും ബഡ്ജറ്റ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുമ്പേ, നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് തൊട്ടാണ് ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതായത് 2026 ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്താണ്? ഏപ്രിൽ 1 മുതൽ നമ്മുടെ അടുത്ത 2027 മാർച്ച് 30 വരെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ മിക്കവാറും തന്നെ ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ടാകും. മോസ്റ്റ്ലി ഫെബ്രുവരി സമയങ്ങളിലാണ് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് നേരെ സ്ലൈഡിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ബഡ്ജറ്റ്, ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് വരുന്നത് ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ചയാണ്. 11 മണിക്ക് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ ആയിരിക്കും ഈ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നത്. അന്ന് സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഒരു ഞായറാഴ്ച ഫുള്ളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് പൊതുവേ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നത്, നല്ല രീതിയിൽ വോളറ്റൈൽ ആകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഇനി നമ്മുടെ ബഡ്ജറ്റിൻ്റെ പേർപ്പസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗവൺമെൻറ് ആനുവൽ ഫൈനാൻഷ്യൽ പ്ലാൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെയൊക്കെ ഒരു വർഷം നമ്മൾ എങ്ങനെയായിരിക്കും, ഒരു വർഷം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന പൈസ മാറ്റി വെക്കുന്നുണ്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ആണ് ഏറ്റവും ബേസിക് ആയിട്ട് ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ സമയം എന്തേന്ന് നോക്കി, ഏപ്രിൽ 1 മുതൽ 31 മാർച്ച് വരെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇനി ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. ഇപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമനായിരിക്കും ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, ഈ അടുത്ത വർഷം എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം എന്ന് അതിൻ്റെ എക്കണോമിക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പീപ്പിൾസ് വെൽഫെയർ ആണ്. നമ്മുടെ രാജ്യത്തിലെ വെൽഫെയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ സ്റ്റെബിലിറ്റി, രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി, പിന്നെ നമ്മുടെ പോളിസീസ് എങ്ങോട്ടാണ്, ഏത് സെക്ടേഴ്സിലോട്ടൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പൊതുവെ ബഡ്ജറ്റിൽ വരാറുള്ള മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അഗ്രികൾച്ചർ, അങ്ങനെ ഇങ്ങനെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ നമുക്കിതിനെല്ലാം ബ്രീഫ് ചെയ്തിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കാം, ബഡ്ജറ്റിലെ ആദ്യത്തെ ഘടകമാണ് നമ്മളുടെ ഇൻകവും ബോറോയിങ്സും എന്ന് പറയുന്നത്. അതായത് നമുക്ക് വരാനുള്ള വരവും ചിലവും, നമുക്ക് അതാണല്ലോ, നമ്മുടെ വരവിനും ചിലവിനും അനുസരിച്ചാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് വരാനുള്ള വരവും ഗവൺമെൻറ്റിന് പോകാനുള്ള ചിലവുമാണ് ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ആദ്യം നോക്കാം. ആദ്യം തന്നെ ഗവൺമെൻറ്റിന് എവിടെ നിന്നൊക്കെയാണ് പൈസ ലഭിക്കുന്നത് എന്നാണ് ബഡ്ജറ്റിൽ നമ്മൾ പറയുന്നത്. എവിടെ നിന്നൊക്കെ പൈസ ലഭിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ടാക്സ് റവന്യൂ ഉണ്ട്. ആ ടാക്സ് റവന്യൂവിൽ തന്നെ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സാധാരണ സാധനം വാങ്ങിക്കുമ്പോഴും അതും കാര്യങ്ങളെല്ലാം വാങ്ങിക്കുമ്പോഴും ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഡയറക്റ്റ് ടാക്സും നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ഇൻകം ടാക്സ്, അതേപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിൽ വരുന്നത്. ഓരോ രാജ്യത്തും ഇൻഡയറക്റ്റ് ടാക്സ് കൂടുതലാണെങ്കിൽ, കൂടുതൽ ഇൻഡയറക്റ്റ് ടാക്സ് വരുവാണെങ്കിൽ ഇൻഫ്ലേഷനൊക്കെ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടുതലും ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് 5% താഴെയുള്ള ആളുകൾ മാത്രമേ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഫയൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലും വരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ നമ്മുടെ ടാക്സ് റവന്യൂ ആണ് നമ്മുടെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ്
നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അതായത് നമ്മുടെ പബ്ലിക് സെക്ടറിലുള്ള ബിസിനസ്സുകളുണ്ടല്ലോ. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ബിസിനസ് പോലെ തന്നെ നമ്മുടെ പബ്ലിക് സെക്ടേഴ്സിലും ബിസിനസ് ഉണ്ട്. നമ്മുടെ റെയിൽവേ, ഇതൊക്കെ ഒരു റെയിൽവേ എസ്പെഷ്യലി ഒരു മോണോപോളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് കയ്യിലുള്ള ബിസിനസ്സിൽ നിന്ന് വരാനുള്ള വരുമാനം എത്രത്തോളമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഡിവിഡൻസ് ഫ്രം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അതേപോലെ തന്നെ RBIയുടെ കയ്യിലുള്ള സർപ്ലസ് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് ഭാഗത്ത് ട്രാൻസ്ഫർ ചെയ്ത സർപ്ലസ് ഫണ്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫൈൻസ്, ഫീസ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാമാണ് എന്ത് ഗവൺമെൻറ് വരുമാനം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾക്ക് ബോറോയിങ്സും വരുന്നുണ്ട്. അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലോൺ എടുക്കുന്ന, ബോണ്ടുകളൊക്കെ വെച്ച് ലോൺ എടുക്കുന്നത്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? നമ്മുടെ വരുമാനത്തിൽ വരുന്നതാണ്. ഗവൺമെൻറ് എവിടെയാണ് ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തെ തന്നെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓരോ കാര്യങ്ങളും നടത്താനായിട്ട് ഇവർക്ക് അതിൻ്റേതായ ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം സാലറി കൊടുക്കണം, അതേപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടായിരുന്നവർക്ക് പെൻഷൻ കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് സാലറി, പെൻഷൻ, പിന്നെ സബ്സിഡീസ്. അതായത് ഇപ്പോൾ ഫാമേഴ്സിനൊക്കെ ആണെങ്കിലും സബ്സിഡീസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്കും സബ്സിഡീസ് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സബ്സിഡീസിന് വരുന്ന പൈസകൾ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, നമുക്ക് തിരിച്ച് ഇൻട്രസ്റ്റ് അടയ്ക്കണമല്ലോ. അതായത് ബോണ്ടുകളിൽ നിന്ന് ലഭിച്ച ബോണ്ടുകൾ റേസ് ചെയ്ത സമയത്ത് നമ്മൾ അവർക്കെല്ലാം ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കുമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണല്ലോ ബോണ്ടുകൾ റേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി തരുന്നുണ്ടോ? ഇല്ല. നമുക്ക് ലോങ് ടേമിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളൊന്നുമില്ല റവന്യൂ എക്സ്പെൻഡിച്ചറിൽ. ഇവിടെ എന്താ നമുക്ക് ചെയ്തു തരുന്നത്? ഇവർ നമ്മുടെ ആ ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം കൂടെ സ്മൂത്ത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സാലറീസ് ഒക്കെ വരുന്നത് അതിലാണ്. അടുത്തത് വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു വലിയ എക്സ്പെൻസ് ആണല്ലോ, ഇതെന്തിന് ഇത്ര ഇത് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ ആ എക്സ്പെൻസ് എടുത്ത് ചിലവാക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള വർഷങ്ങളിൽ അത് നമ്മൾക്ക് തന്നെ ഗുണമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റെയിൽവേസും റോഡ്സും ഒക്കെ നന്നാക്കുന്ന സമയത്ത് ബിസിനസ്സിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് വരും. കൂടുതൽ പുറത്തു നിന്നുള്ള രാജ്യത്തിലുള്ളവർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തോന്നും. അതായത് കൂടുതൽ നന്നായിട്ട് ബിസിനസ്സുകളും കാര്യങ്ങളെല്ലാം വളരും. എക്കണോമിക്കലി ഇന്ത്യ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് പറയുമെങ്കിലും ലോങ് ടേമിൽ നമുക്ക് ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ടാവാനായിട്ട് പോകുന്ന കാര്യമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ നമ്മൾ നല്ല റോഡുകളൊക്കെ പണിയുന്നില്ലേ? അങ്ങനെ റോഡുകളൊക്കെ പണിയുന്നത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ഒരു ചിലവായിട്ട് തോന്നുമെങ്കിലും അത് ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഡിഫെൻസിനുള്ള എക്യുപ്മെൻറ്റ്സിനുള്ള പണം, അത് എല്ലാ ബഡ്ജറ്റിനും നല്ലൊരു തുക തന്നെ ഡിഫെൻസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഡിഫെൻസിനുള്ള തുക, അതേപോലെ തന്നെ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള പണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ വരുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അതിപ്പോൾ ഒരു ചിലവായിട്ട് തോന്നുമെങ്കിലും ഭാവിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നതെന്ന് മനസ്സിലായില്ല. നമ്മുടെ ടാക്സിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് പൈസ ലഭിക്കുന്നത്. ഇനി എവിടെയാണ് ഇത് ചിലവാക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് തിരിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേമിലുള്ള നമുക്ക് അത് നടന്നു പോകണമെങ്കിലുള്ള ചിലവുകളാണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ലോങ് ടേമിൽ ലോങ്ങർ വിഷനോടുകൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചിലവുകളാണ് ഈ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഗവൺമെന്റിന് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ബോറോയിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഒന്നാണ് ഗവൺമെൻറ് ബോണ്ടുകൾ. ഈ ഗവൺമെൻറ് ബോണ്ടുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് കടമെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് ബോണ്ട് റേസ് ചെയ്യും, അതായത് ബോണ്ട് ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് നമ്മൾ പബ്ലിക്സിനും അതേപോലെ തന്നെ കമ്പനീസിനൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബോണ്ടുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ലഭിക്കും. അപ്പോൾ ബോണ്ടുകളുടെ ഈൽഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈൽഡ് കൂടുതലാണെങ്കിൽ ബേസിക്കലി FDയിലും കാര്യങ്ങളിലൊക്കെയുള്ള പൈസയൊക്കെ ഒട്ടുമിക്കവരും എടുത്ത് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് FDനേക്കാളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കുന്നതുമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് മുന്നോട്ട് പറഞ്ഞുതരാം. ഇനി അടുത്തതാണ്
ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഈ ഒരു ടേം ചിലപ്പോൾ നിങ്ങൾ ഈ ന്യൂസ് വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണ്, നമ്മൾ ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് പോലും ഈ ഒരു ടേം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അധികമൊന്നും ആലോചിക്കേണ്ട, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്സ് മൈനസ് ഇൻകം ആണ്. ഓക്കെ, ഇവിടെ ബോറോയിങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സ്പെൻഡിങ്ങും ഇൻകവും മൈനസ് ചെയ്യുന്ന ആ ഒരു ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഈ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെന്തുകൊണ്ട് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് ഗവൺമെൻറ് കറക്റ്റായിട്ട് ബോറോ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ ഗവൺമെൻറ് കടമെടുക്കുന്ന കൂടുതലാണ് എന്ന് നമുക്ക് തോന്നുവാണെങ്കിലും ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരുപാട് കുറയുവാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക്കിലോട്ട് പൈസ ഒന്നും ഇറങ്ങുന്നില്ല, പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും നടക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫിസിക്കൽ ഡെഫിസിറ്റ് ഭയങ്കര ഹൈ ആണെങ്കിൽ നമ്മൾ കൂടുതൽ പണം കടമെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇതൊരു ഒരു ബോർഡർ ലൈൻ, ഒരു ആക്ച്വൽ റൈറ്റ് പ്ലേസിലാണ് നിൽക്കേണ്ടത്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. ഒരുപാട് കുറയുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും രാജ്യത്ത് നടക്കുന്നില്ല, കടമെടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യമാണ് വരുന്നത്. ഇനി ഒരുപാട് കൂടുതലാണെങ്കിലോ അതെന്താ ഇത്രയും ഒരുപാട് പണം കടമെടുത്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വരും. അതുകൊണ്ട് തന്നെ ഇതൊരു റൈറ്റ് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയാം, അവിടെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് നിൽക്കേണ്ടത്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരുപാട് ലോ ആകാനും പാടില്ല, ഒരുപാട് ഹൈ ആകാനും പാടില്ല. ഇത് ഒരുപാട് കാര്യത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഒരുപാട് ലോ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്തായാലും വരില്ല. നമ്മുടെ രാജ്യം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ പണമൊക്കെ കടമെടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെ കുറഞ്ഞൊന്നും വരില്ല. നമുക്ക് ഡെവലപ്പിംഗ് ആണ്, നമുക്ക് ഒരുപാട് കാര്യത്തിലോട്ട് പണം ഇറക്കിയാൽ മാത്രമേ ഭാവിയിൽ രാജ്യം ഒന്ന് മുന്നോട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കൂടുതൽ അല്ല, ഒരു സ്വീറ്റ് സ്പോട്ടിൽ തന്നെ നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഒരുപാട് കുറയാനും പാടില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോവറും കൺട്രോൾഡും ആണെങ്കിൽ, ഫിസിക്കൽ ഡെഫിസിറ്റ് ലോവറും കൺട്രോൾഡും ആണെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോ ചെയ്യുന്ന രാജ്യമാണ്. അടുത്തെന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്കിൽ കുറച്ച് റിസ്കിയർ ആണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്ത ഒരു പോയിന്റാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ബോറോയിങ്സ് വരുന്നുണ്ട്. എവിടെ നിന്നാണ് ബോറോയിങ്സ് വരുന്നത്, അതേപോലെ തന്നെ സ്പെൻഡിങ്, നമുക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞ് ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഇൻഫ്ലേഷനും ഗ്രോത്ത് എസംഷൻസും എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ GDP ആണ് നമ്മളെ ഗ്രോത്ത് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബേസിക്കലി ഈ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് അടുത്ത കൊല്ലം, അതായത് ഈ വരുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെയാണ് ഇൻഫ്ലേഷൻ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളൊരു കാൽക്കുലേഷൻ്റെ പുറത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് ഒരു കാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഇട്ടതിന് പുറത്തോട്ട് പൈസ എത്തുന്നതാണ്. അതായത് നമ്മളൊരു ബേസിക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. ആ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റിന് മുകളിലായിരിക്കും നമ്മുടെ വരുന്ന ചെലവുകൾ എന്ന് പറയുന്നത്. ബേസിക്കലി അപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ എപ്പോഴും ഒരു പ്രോപ്പർ അസംഷൻ ഉണ്ടായിരിക്കണം. ആ ഇൻഫ്ലേഷൻ അസംഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഇൻഫ്ലേഷനൊക്കെ എത്രത്തോളം ഇൻഫ്ലേഷനൊക്കെ വരും എന്ന് നോക്കിയിട്ടായിരിക്കും ഈ സബ്സിഡി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസ് മാറ്റി വെക്കുന്നത്. ഇതൊക്കെ ഇൻഫ്ലേഷനെ വെച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ പണമായിരിക്കും ആവശ്യം വരിക, മുന്നോട്ട് പോകുന്ന സമയത്ത് ആവശ്യം വരിക. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ബഡ്ജറ്റിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഇൻഫ്ലേഷനും കാര്യങ്ങളൂടെ നമ്മുടെ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് പോലും ഇൻഫ്ലേഷനും കാര്യങ്ങളും കൂടെ അക്കൗണ്ട്സിൽ എടുത്തിട്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ GDP ഗ്രോത്ത്. അതായത് നമുക്ക് അറിയാം ഒരു കൊല്ലത്തേക്ക് എത്രത്തോളം GDP ഗ്രോത്ത് ഇനിയും വരാൻ പോകുന്നു എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ആയിരിക്കും നമ്മൾ ബഡ്ജറ്റിൽ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓവർ ഒപ്റ്റിമിസ്റ്റിക് ആകുവാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് പ്രോബ്ലം ആവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പേപ്പറിലെല്ലാം അടിപൊളിയാണ്, നമ്മുടെ ഗവൺമെൻറ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളായിരിക്കും പേപ്പറിൽ വരുന്നത്.
ഓൺ പേപ്പർ ഇതൊക്കെ നടക്കുന്നുണ്ടാകും, പക്ഷേ റിയൽ റിസൾട്ട് ഉണ്ടാകത്തില്ല. അത് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ഇനി റിയലിസ്റ്റിക് നമ്പർ ആയിരിക്കണം നമ്മൾ എപ്പോഴും കൊടുക്കുക. അതായത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ഒരുപാട് വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, ഇത് ചെയ്യുന്നതിലൂടെ ഇങ്ങനൊരു ഔട്ട്കം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ടാകും. പക്ഷേ അതിൽ കാര്യമില്ല. റിയലിസ്റ്റിക് നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്കതൊരു ക്രെഡിബിൾ ബഡ്ജറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് ബഡ്ജറ്റിൽ വരുന്ന ഒരു കാര്യമാണ്, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അടുത്തതാണ് ഗവൺമെൻറ് പ്രയോറിറ്റീസ്. ഈ ഒരു കാര്യത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റ് ഒരുപാട് മൂവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ ദിവസം ചില സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചില സ്റ്റോക്കൊക്കെ നല്ല രീതിയിൽ പറക്കുമായിരിക്കും, നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ട്രെൻഡിങ് സ്റ്റോക്സിലോട്ട് വരുന്നതായിരിക്കും. നല്ല രീതിയിൽ അതിൻ്റെ സ്റ്റോക്കിൻ്റെ വില ഇങ്ങനെ 10 മടങ്ങ് കൂടുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സെക്ടേഴ്സ് ഉണ്ടാവും. ഓരോ കൊല്ലവും ഗവൺമെൻറ് ഇന്ന സെക്ടേഴ്സിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഏത് സെക്ടറിനാണ് കൂടുതൽ അലോക്കേഷൻ വരുന്നത്? ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ്സിലുള്ള കമ്പനീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സെക്ടറിനാണ് കൂടുതൽ അലോക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, നല്ല രീതിയിലുള്ള പൈസ അതിലോട്ട് വരുന്നതാണ് ആ ബഡ്ജറ്റിൻ്റെ സമയത്ത്. അപ്പോൾ ഇനി ഏത് സെക്ടേഴ്സിലാണ് ലെസ് അലോക്കേഷൻ വരുന്നത്, അതിൻ്റെ സ്റ്റോക്ക് ചിലപ്പോൾ ഒന്ന് ഫോളോ ആവാനോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും പുതിയ സ്കീമുകളൊക്കെ വരുന്നുണ്ടോ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഇനീഷ്യേറ്റീവ് സ്കീംസ് ഇതൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടാവും. പിന്നെ ഏതെങ്കിലും സ്കീം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ എന്നും നോക്കുന്നുണ്ടാവും. അതും ഒരു കാര്യമാണ്. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, അതിൽ ഏതെങ്കിലും സ്കീംസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തോ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി ബോറോയിങ്സും ഇൻട്രസ്റ്റ് പ്ലാനും. അതായത് ഒരു കൊല്ലം നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് ബോറോ ചെയ്യുന്നത് കൊണ്ട്, അതേപോലെ തന്നെ എവിടുന്നാണ് ബോറോ ചെയ്യുന്നത് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എത്രയാണ് ബോറോ ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അതായത് നമുക്ക് ഇത്ര തുകയുണ്ട്, ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്, ഇത്രയും വരവ് വരാനുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ ബോറോ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ എത്ര രൂപ ബോറോ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ എടുക്കുന്നുണ്ടാകും. ഈ ബോറോ ചെയ്യുന്ന തുക അനുസരിച്ചായിരിക്കും നമ്മുടെ ബോണ്ടിൻ്റെ ഈൽഡുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഈ ബോണ്ട് ഈൽഡ് കൂടുകയാണ് എന്ന് വിചാരിച്ചോ, അതായത് നല്ല രീതിയിൽ ബോണ്ട്സിന് ഈൽഡുണ്ട്, അതായത് കുറേ ആൾക്കാർ ഗവൺമെൻറ് ബോണ്ട്സ് വാങ്ങുകയാണ്, നല്ല ഈൽഡിലാണ് ഓരോ വർഷവും ഡിഫറെൻറ്റ് ഈൽഡ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ ബോണ്ട് ഈൽഡ്സ് കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും, കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ FDനെ ഒക്കെ ക്രോസ് ചെയ്തിട്ട് നേരെ ബോണ്ട്സിലോട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, FDയിലുള്ള റേറ്റ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കട്ടുണ്ടാകും. കൂടുതൽ ആൾക്കാർ ബോണ്ട് ഈൽഡ്സ് ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അത് ഇൻടേൺ FDയുടെ റേറ്റ്സിനെ എഫക്റ്റ് ചെയ്യും, പിന്നെ നമ്മുടെ ലോണിൻ്റെ റേറ്റ്സിനെ എഫക്റ്റ് ചെയ്യും. അതായത് ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് ഇതെന്താണ് എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ വിചാരിക്കാത്ത രീതിക്ക് നമ്മുടെ റിയൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ഈ ഒരു ബഡ്ജറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇനിയാണ് ബഡ്ജറ്റ് വേഴ്സസ് റിയാലിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഓൺ പേപ്പർ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെയായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു റിയാലിറ്റി ചെക്കും നമ്മൾ നടത്തേണ്ടതുണ്ട്. ലാസ്റ്റ് ഇയറിൽ എത്രയായിരുന്നു എസ്റ്റിമേറ്റ്, അതിൻ്റെ ആക്ച്വൽ നമ്പേഴ്സ് എത്രയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഇയറിലെ ഇങ്ങനെ ബഡ്ജറ്റ് പറയുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിന് ബഡ്ജറ്റ് ഇത്തവണത്തെ ഫെബ്രുവരി 1 ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ അത് കഴിയുന്ന ഉടനെ തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഈ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ബഡ്ജറ്റിനെ കമ്പയർ ചെയ്തിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി ഈ ഒരു ബഡ്ജറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അതേപോലെ തന്നെ എക്സിക്യൂഷൻ എബിലിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഓൺ പേപ്പർ എല്ലാം നല്ലതായിരിക്കും, നല്ല രീതിയിൽ ആ സമയം എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാകും, പക്ഷെ അത് കഴിഞ്ഞ് ഒരു എക്സിക്യൂഷൻ പാർട്ടിലോട്ട് ഇത് പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കമ്പയർ ചെയ്യുക, അങ്ങനെ കമ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ബഡ്ജറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇത് ചിലപ്പോൾ 1 ഡേയിൽ നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് കാണും എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഫുൾ പൈസ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കരുത്. എപ്പോഴും നമ്മൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ബഡ്ജറ്റായി അല്ലെങ്കിൽ ബഡ്ജറ്റ് വന്നു ഈ ഒരു സെക്ടർ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞ് മാത്രം അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യൽ
പ്രോപ്പറായിട്ടുള്ള റിസർച്ചിനൊക്കെ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതെനിക്ക് എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. കാരണം കുറേ ആളുകൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും സെക്ടേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പറഞ്ഞാൽ ആ ഒരു സെക്ടേഴ്സ് മാത്രം നോക്കുന്നവരുണ്ടാവും. അപ്പോൾ കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും സെക്ടേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്താണ് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ നേരെ റെഡിലോട്ട് പോകുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് ബഡ്ജറ്റ് എന്ന് മനസ്സിലായില്ലേ? ആരാ ബഡ്ജറ്റ് പറയുന്നത്, എപ്പോഴാണ് പറയുന്നത്, ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നും മനസ്സിലായില്ലേ? ഞാൻ ഒന്ന് എല്ലാം കൂടുന്ന കൺക്ലൂഡ് ചെയ്ത് പറയാം. ബേസിക്കലി ബഡ്ജറ്റിൽ എന്താ പറയുന്നത്, ഒരു വർഷത്തെ എത്രയായിരിക്കും ബോറോ ചെയ്യുന്നത്, നമ്മുടെ റവന്യൂ എത്രയായിരിക്കും, നമുക്ക് വരവെത്ര ചെലവെത്ര, വരവും ചെലവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. ഫിസിക്കൽ ഡെഫിസിറ്റ് നമുക്ക് എന്തായാലും ഉണ്ടാകും, ആ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടാകും. പിന്നെ ഇത് കൂടാതെ ഒരു എക്സ്ട്രാ എന്നല്ല, നമ്മളെല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സിൻ്റെ സ്ലാബുകളും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അതായത് നമുക്ക് അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ നോർമൽ ഇൻകം ടാക്സിൻ്റെ സ്ലാബുകൾ, ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടാകും. അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് തൊട്ട് ആയിരിക്കണം ടാക്സ് പേ ചെയ്യുന്നത്, ഇങ്ങനത്തുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടാകും. ഇതെല്ലാം ആയിരിക്കും ബഡ്ജറ്റിൽ പറയാം. നമ്മൾ കൂടുതലും സാധാരണക്കാർ എപ്പോഴും നോക്കുക ഈ ഒരു ടാക്സ് സ്ലാബ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബഡ്ജറ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെറിയ പുതിയ ടേംസ് പഠിച്ചിട്ടുണ്ടാകും. ഈ ടേംസ് ഒക്കെ നെക്സ്റ്റ് ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പത്രം എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പോഴോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എവ്രി വൺ, ഈ വീഡിയോയിലൂടെ ബഡ്ജറ്റ് എന്താണെന്നും ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത്, ഏതൊക്കെ സെക്ടേഴ്സിലാണ് കൂടുതൽ അലോക്കേഷൻസ് കാര്യങ്ങൾ വരുന്നത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം.